3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. അപ്പൊ സാറേ, കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ വി ഡി സതീശൻ സാർ, നിങ്ങളുടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, ശിവൻകുട്ടി സാറ്, അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഇതുപോലെ ഒരു 90, 300, 200 ഒക്കെ വീണുപോയി. നാക്കുപിഴ. ഒരു പാവമാണ്, എന്തൊക്കെയോ ചില രോഗങ്ങളുള്ളൊരു മനുഷ്യനാണ്, അതുകൊണ്ട് വീണു എന്ന് കരുതാം. അല്ല, ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ നാവിൽ നിന്ന് ഇത്തരത്തിലൊരു ഫലം പ്രഖ്യാപിക്കാൻ മാതിരിയുള്ള വീഴാൻ പാടില്ലാത്ത വേറെ വിഷയം. ഏതായാലും ഇതുപോലെ വീണപ്പോൾ ഉറഞ്ഞു തുള്ളിയിരുന്നല്ലോ നിങ്ങളുടെ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 400, 300, 200 പറയുന്നത് ശരിയാണോ? അല്ല. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിക്കണം. ഏതായാലും ഓണമൊക്കെ വരാൻ പോയല്ലേ. ഇതേത് കണ്ടോ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി താങ്കളുടെ അടിയന്തര ശ്രദ്ധയ്ക്ക്. ഈ കാണുന്നതാണ് 90, അതിന് താഴെ കാണുന്നത് 900, അതിന് താഴെ കാണുന്നത് 9000. ഇനി നിങ്ങൾക്ക് അങ്ങനെ 9000 ഒന്നും പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു 9000 എന്ന് വേണമെങ്കിൽ പറഞ്ഞു, എന്നാലും സഹിക്കാം, തല്ലുകൊള്ളാതെ തൽക്കാലം രക്ഷപ്പെടാം. അതിന് താഴെ എഴുതിയിട്ടുള്ള നോക്കൂ, 90000. ഇത് മനസ്സിലായല്ലോ? ഇനി തെറ്റണ്ട. ഓണപരീക്ഷ വരുന്നുണ്ട്, അതിനു മുമ്പേ പഠിച്ചു വെച്ചോ. കാരണം ഇക്കൊല്ലം ഓണം കുറച്ച് നേരത്തെ വരുമെന്നാണ് കേട്ടത്.